ഈ പാഴ്സൽ സർവീസ് ഇന്ത്യ ടു ഡിഫറെൻറ്റ് കൺട്രീസ് ആണ് ചെയ്യുന്നത്. തിരിച്ചുള്ള ഒരു സർവീസ് തൽക്കാലം ഇല്ല. സ്പെഷ്യൽ കാർഡ്ബോർഡ് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. പക്ഷേ മലബാർ ലോജിസ്റ്റിക്സിൽ അങ്ങനത്തെ ഒരു സീനൊന്നും ഇല്ല. അപ്പോൾ ഈ എൻറ്റയർ ലിസ്റ്റിൽ സോ ഫാർ കുറച്ച് റേറ്റ് കൂടുതലുള്ളത് സ്ലൊവീനിയ. ഈ സിംഗിൾ പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഡബിൾ പാക്ക് ചെയ്യും. ഇതിലൊരു ഗീ കേക്ക് ഉണ്ടായിരുന്നു, അതിൽ പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ചില ഐറ്റംസിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ മെഡിസിൻസ് അയക്കുകയാണെങ്കിൽ ഹെഡ് ഓഫീസിൽ കൊണ്ടുപോയി ഡബിൾ പാക്കിംഗ് ചെയ്യാനാണെങ്കിലും എല്ലാം അവർ തന്നെ ചെയ്തോളും. 2 ടൈപ്പ് സർവീസ് ആണ് ജസ്റ്റ് ഫോർ കാനഡ പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ ഒരു കൺട്രീസിനും 2 ടൈപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. വിച്ച് ഇൻക്ലൂഡ്സ് ഇംഗ്ലണ്ട്, വെയിൽസ് ആൻഡ് നോർത്തേൺ അയർലൻഡ്. ഈ 3 സ്ഥലത്തേക്കുള്ളത് ഒരു റേറ്റ് ആണ്. പിന്നെ സ്കോട്ട്ലൻഡ് ഉള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവർ ഷോപ്പിൽ പോയി സാധനം മേടിച്ചിട്ട് പാക്ക് ചെയ്ത് അയക്കുമെന്ന്. ഈ ലിസ്റ്റിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റീസെൻ്റ്ലി ഞാൻ ഇന്ത്യ ടു UK പാഴ്സൽ സർവീസ് വഴി കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. പാഴ്സൽ സർവീസ് ഈസ് മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ്. ഞാൻ അതിന് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അത് റിലേറ്റഡ് ആയിട്ട് കുറേ ക്വരീസ് ആൻഡ് DMs ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് വന്ന ക്വരീസും പിന്നെ കമൻസും എനിക്ക് മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സിൻ്റെ പാഴ്സൽ സർവീസ് ഓപ്റ്റ് ചെയ്തിട്ട് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ബിഫോർ ഐ സ്റ്റാർട്ട് മെൻഷനിങ് all the queries that were asked to me, first and foremost I want to mention that ഈ പാഴ്സൽ സർവീസ് ഇന്ത്യ ടു ഡിഫറെൻറ്റ് കൺട്രീസ് ആണ് ചെയ്യുന്നത്. തിരിച്ചുള്ള ഒരു സർവീസ് തൽക്കാലം ഇല്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ അയക്കുമോ, സ്വീഡനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുമോ. അപ്പം അങ്ങനത്തെ ഒരു സർവീസ് ഇവർക്കില്ല ഫോർ നൗ. ഇറ്റ് മൈറ്റ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ലേറ്റർ. ബട്ട് തൽക്കാലം അവർക്ക് ഇന്ത്യ ടു ഡിഫറെൻറ്റ് കൺട്രീസ് ആണ് സർവീസ് ഉള്ളത്. എൻ്റെ കയ്യിലിപ്പം ഒരു ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഉണ്ട്. ഇത്രയും kgയുടെ അബവ് ആണെങ്കിൽ എന്താണ് റേറ്റ്. I'm having the information about that list right now. അതൊന്ന് മെൻഷൻ ചെയ്തിട്ട് we'll go on to the question and answer. First I'm going to mention UK rates. ഇപ്പോൾ UK which includes ഇംഗ്ലണ്ട്, വെയിൽസ് ആൻഡ് നോർത്തേൺ അയർലൻഡ്. ഈ 3 സ്ഥലത്തേക്കുള്ളത് ഒരു റേറ്റ് ആണ്. പിന്നെ സ്കോട്ട്ലൻഡ് ഉള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം ഞാൻ ആദ്യം UK വിച്ച് ഇസ് എക്സ്ക്ലൂഡിങ് സ്കോട്ട്ലൻഡ് അതിനുള്ള റേറ്റ് പറയുകയാണെങ്കിൽ അബവ് 6 kgs ആണെങ്കിൽ 890 rupees ആണ് പെർ kg ഉള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദ സെയിം ഫോർ UK, ഓൾ ഓവർ UK. സ്കോട്ട്ലൻഡും ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ 6 kg അബവ് 890 rupees ആണ്. ഇനി ഡിഫറൻസ് വരുന്നത് 11 kg, 21 kg ആൻഡ് 31 kgsലാണ്. അപ്പം 11 kg ആണെങ്കിൽ ഓൾ ഓവർ UK എക്സെപ്റ്റ് ഫോർ സ്കോട്ട്ലൻഡ് ഇസ് 690 rupees പെർ kg. ആൻഡ് സ്കോട്ട്ലൻഡിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്, 790 rupees ആണ്. ഇനി അബവ് 21 kg ആണെങ്കിൽ ഫോർ UK എക്സെപ്റ്റ് ഫോർ സ്കോട്ട്ലൻഡ് ഇസ് 650 rupees ആൻഡ് ഫോർ സ്കോട്ട്ലൻഡ് ഇസ് 750 rupees. ഇനി 31 kg അബവ് ആണെങ്കിൽ ഫോർ UK എക്സെപ്റ്റ് ഫോർ സ്കോട്ട്ലൻഡ് ഇസ് 590 rupees ആൻഡ് ഫോർ സ്കോട്ട്ലൻഡ് ഇസ് 690 rupees. ഇതിൻ്റെ ഡെലിവറി ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 7 to 10 വർക്കിംഗ് ഡേയ്സ്. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് ഗോ ടു കാനഡ. കാനഡ ആണെങ്കിൽ കാനഡ ഇസ് ദ ഓൺലി കൺട്രി ഇൻ വിച്ച് ദേ ആർ ഓഫറിങ് നോർമൽ ഒരു ഡെലിവറി സർവീസും ഉണ്ട്. പിന്നെ അതല്ലാണ്ട് എക്സ്പ്രസ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നോർമൽ ഡെലിവറി സർവീസ് ആണെങ്കിൽ 10 to 18 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഇതിൻ്റെ ഡെലിവറി നടക്കുന്നത്. എക്സ്പ്രസ് സർവീസ് ആണെങ്കിൽ 5 to 8 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും. നോർമൽ ഡെലിവറി സർവീസിൻ്റെ റേറ്റ് കാനഡയ്ക്ക് 6 kg അബവ് ആണെങ്കിൽ 1150 rupees ആയിരിക്കും പെർ kg. 11 kg അബവ് ആണെങ്കിൽ 890 rupeesഉം 21 kg അബവ് ആണെങ്കിൽ 850 rupees. ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് എക്സ്പ്രസ് സർവീസ്. എക്സ്പ്രസ് സർവീസ് ആസ് ഐ മെൻഷൻഡ് ഇറ്റ് ടേക്സ് ഓൺലി 5 to 8 വർക്കിംഗ് ഡേയ്സ്. വേഗം എത്തും. എക്സ്പ്രസ് ആൻഡ് നോർമൽ സർവീസിൻ്റെ പ്രൈസ് സെയിം ആണ്. പക്ഷേ എക്സ്പ്രസ് സർവീസ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധനങ്ങൾ കാനഡയിൽ എത്തുമ്പം ഒരു ടാക്സ് അടയ്ക്കാനുണ്ട്. നോർമൽ സർവീസ് ആണെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ആണ്. അതാണ് എക്സ്പ്രസ് ആൻഡ് നോർമൽ സർവീസിൻ്റെ ഡിഫറൻസ്. ഇനി റേറ്റ്സ് ഓഫ് ഓസ്ട്രേലിയ ആണെങ്കിൽ ഇറ്റ് ടേക്സ് 12 to 15 വർക്കിംഗ് ഡേയ്സ് ടു റീച്ച്. അബവ് 11 kgs 890 rupeesഉം അബവ് 21 kg 790 rupees ആയിരിക്കും. ഇനി ജർമ്മനിയുടെ റേറ്റ്സ് ആണെങ്കിൽ അതും ഇറ്റ് ടേക്സ് 12 to 15 വർക്കിംഗ് ഡേയ്സ്. അബവ് 11 kg ആണെങ്കിൽ 890 rupeesഉം അബവ് 21 kg ആണെങ്കിൽ 850 rupees ആണ്. ഇനി നെക്സ്റ്റ് റേറ്റ്സ് ഓഫ് ഓസ്ട്രിയ ആണ്. ഓസ്ട്രിയയിൽ 12 to 15 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ആൻഡ് അബവ് 11 kg ആണെങ്കിൽ 890 rupeesഉം അബവ് 21 kg ആണെങ്കിൽ 850 rupees ആയിരിക്കും. റേറ്റ്സ് ഓഫ് സ്വീഡൻ ആണെങ്കിൽ 11 kg അബവ് ആണെങ്കിൽ 890 rupeesഉം
21 kg അബവ് ആണെങ്കിൽ 850 rupees ആണ്. 7 to 10 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ഇനി ലാറ്റ്വിയ ആണെങ്കിൽ ലാറ്റ്വിയയിൽ സാധനങ്ങൾ എത്താൻ ഇറ്റ് വിൽ ടേക്ക് 12 to 15 വർക്കിംഗ് ഡേയ്സ്. അബവ് 11 kg ആണെങ്കിൽ 890 rupeesഉം 21 kg അബവ് ആണെങ്കിൽ 850 rupeesഉം ആവും. റേറ്റ്സ് ഓഫ് ന്യൂസിലൻഡ് അബവ് 11 kg ആണെങ്കിൽ 940 rupeesഉം ആവും. അബവ് 21 kg 890 rupeesഉം ആവും. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് 12 to 15 വർക്കിംഗ് ഡേയ്സ്. ഇനി റേറ്റ്സ് ഓഫ് അയർലൻഡ് ആണെങ്കിൽ above 11 kg is 890 rupees and above 21 kg is 850 rupees and it takes 12 to 18 working days. ഇനി ഫ്രാൻസിൻ്റെ റേറ്റ് above 11 kg 890 rupeesഉം above 21 kg 850 rupeesഉം ആൻഡ് അത് 12 to 15 വർക്കിംഗ് ഡേയ്സ് എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇനി റേറ്റ്സ് ഓഫ് സ്ലൊവീനിയ ഇറ്റ് ടേക്സ് 12 to 15 വർക്കിംഗ് ഡേയ്സ് ടു റീച്ച് ആൻഡ് above 6 kgs ആണെങ്കിൽ 1350 rupeesഉം above 11 kg ആണെങ്കിൽ 990 rupees, above 21 kg ആണെങ്കിൽ 890 rupees ആവും. റേറ്റ്സ് ഓഫ് പോളണ്ട് ആണെങ്കിൽ above 6 kg 1350 rupeesഉം above 11 kg 990 rupeesഉം ആവും ആൻഡ് ഇറ്റ് ടേക്സ് 12 to 15 വർക്കിംഗ് ഡേയ്സ് ടു റീച്ച്. അപ്പോൾ ഈ എൻറ്റയർ ലിസ്റ്റിൽ സോ ഫാർ കുറച്ച് റേറ്റ് കൂടുതലുള്ളത് സ്ലൊവീനിയ ആൻഡ് പോളണ്ടിൻ്റെ പ്രൈസസ് ആണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് 890 850 rupees ആണ് കെ ജിയുടെ വ്യത്യാസത്തിൽ വരുന്നത്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് സ്ലൊവീനിയയും പോളണ്ടാണുള്ളത്. ഇനി ഈ ലിസ്റ്റിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത് റേറ്റ്സ് ഓഫ് UAE ആണ്. UAEയുടെ റേറ്റ്സ് above 11 kg ആണെങ്കിൽ 590 rupeesേ ഉള്ളൂ ആൻഡ് above 21 kgs 490 rupeesേ ഉള്ളൂ ആൻഡ് ഇറ്റ് റീച്ചസ് വിതിൻ 6 to 10 വർക്കിംഗ് ഡേയ്സ്. അപ്പം തൽക്കാലം എൻ്റെ ഇത്രയും കൺട്രീസിൻ്റെ ലിസ്റ്റാണുള്ളത്. ബട്ട് ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു ദീസ് കൺട്രീസ്. അവർ വേൾഡ് വൈഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആസ് ഐ മെൻഷൻ ഇവരുടെ സർവീസ് ഫ്രം ഇന്ത്യ ടു ഓൾ ദീസ് അതർ കൺട്രീസ് ആണുള്ളത്. തിരിച്ചുള്ള ഒരു സർവീസ് ഇവർക്ക് തൽക്കാലം ഇല്ല. ലൈക്ക് ഫ്രം ജർമ്മനി അല്ലെങ്കിൽ ഫ്രം കാനഡ, ഫ്രം UK ടു ഇന്ത്യ ഉള്ള സർവീസ് തൽക്കാലം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി ഐറ്റംസ് അലൗഡ് അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് UKയുടെ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി കൺട്രീസിൻ്റെ എന്തെങ്കിലും പ്രൊഹിബിറ്റഡ് ലിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ UK ആണെങ്കിൽ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രൊഹിബിറ്റഡ് ലിസ്റ്റ് ഇല്ല. എല്ലാ ഐറ്റംസും അലൗഡ് ആണ്. ബട്ട് ദ ഒൺലി ക്യാച്ച് ഇസ് ദാറ്റ് ചില ഐറ്റംസിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ മെഡിസിൻസ് അയക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ അയക്കുവാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അല്ലാണ്ട് ദേ ആർ നോട്ട് ഗോണ സേ ദാറ്റ് ദേ ആർ നോട്ട് സെൻഡിങ് ഇറ്റ്. അവർ സെൻഡ് ചെയ്യും, പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. സോ പ്രൊഹിബിറ്റഡ് ലിസ്റ്റ് ആയിട്ടില്ല. പക്ഷേ മെഡിസിൻസ് അയക്കുവാണെങ്കിൽ എക്സ്ട്രാ 1500 rupees ആവും ഫോർ ദോസ് മെഡിസിൻസ്. ഇപ്പോൾ എക്സ്ട്രാ ചാർജ് അവർ ചോദിക്കും ഫോർ മെഡിസിൻസ്. അപ്പോൾ മെഡിസിൻസ് അയക്കുവാണെങ്കിൽ 1500 rupees എക്സ്ട്രാ ചാർജ് ആവും. അതേപോലെ ഫിഷ് ഓർ മീറ്റ് ഐറ്റംസ് ഒക്കെ അയക്കുവാണെങ്കിൽ എക്സ്ട്രാ 500 rupees ആവും. ഘീ അയക്കുവാണെങ്കിൽ അതേപോലെ എക്സ്ട്രാ 500 rupees ആവും. അതേപോലെ ഇലക്ട്രോണിക്സ് അയക്കുവാണെങ്കിലും എക്സ്ട്രാ 500 rupees ആവും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. വേറെ ഐറ്റംസ് അങ്ങനെ പ്രൊഹിബിറ്റഡ് ലിസ്റ്റ് ഒന്നുമില്ല. എല്ലാ ഐറ്റംസും അയക്കും. ലിക്വിഡ് ആണെങ്കിലും പിക്കിൾസ് ആണെങ്കിലും എല്ലാ ഐറ്റംസും അവർ അയക്കും. ഹോം മെയ്ഡ് ഫുഡും അയക്കും. എല്ലാം അയക്കും. പിന്നെ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ചില ഐറ്റംസ് ലൈക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ അയക്കുവാണെങ്കിൽ അതിന് പെർട്ടിക്കുലർ ഡേറ്റ് ഒക്കെ കാണും. അപ്പം ലൈക്ക് നമ്മളിപ്പം ട്രിവാൻഡ്രത്തൊക്കെ സുപ്രീം ബേക്കറിന്നോ അവിടെ നിന്നൊക്കെ കേക്ക് അവർ വീട്ടുകാരെ അയക്കുവാണെങ്കിൽ അതിനൊരു ഡേറ്റ് കാണും, ലൈക്ക് വിതിൻ 4 days ഇത് കഴിക്കണമെന്ന്. പക്ഷേ ഇവിടെ എത്തുമ്പം ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 7 to 10 വർക്കിംഗ് ഡേയ്സ്. അപ്പം അപ്പോഴേക്കും ഇത് കേടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ദേ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ് വിത്ത് സെൻഡിങ് ഇറ്റ്. സെൻഡ് ചെയ്യാൻ അവർക്ക് ഇഷ്യൂ ഇല്ല, പക്ഷെ അത് കേടാവാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ലാസ്റ്റ് ടൈം ഞാൻ സാധനങ്ങൾ അയച്ചപ്പം അതിലൊരു ഘീ കേക്ക് ഉണ്ടായിരുന്നു, അതിൽ പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കഴിക്കാൻ പറ്റൂല, അതെടുത്ത് കളയാനേ പറ്റുള്ളൂ. പക്ഷെ ദേ വിൽ സെൻഡ് ഇറ്റ്. പിന്നെ എനിക്കൊരു ക്വറി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചോദിച്ചത് ഇവർ ഷോപ്പിൽ പോയി സാധനം മേടിച്ചിട്ട് പാക്ക് ചെയ്ത് അയക്കുമെന്ന്. അപ്പം ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് തൽക്കാലം അവർക്ക് അങ്ങനത്തെ ഒരു സർവീസ് ഇല്ല. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വെക്കുവാണെങ്കിൽ അവർ അവിടെ നിന്ന് എടുത്ത് പാക്ക് ചെയ്ത് അയച്ചോളും. പക്ഷെ അവരൊരു ഷോപ്പിൽ പോയിട്ട് സാധനം മേടിക്കത്തില്ല. നമ്മൾ ഷോപ്പിൽ നിന്ന് പോയി സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് അവരെ വിളിക്കുവാണെങ്കിൽ അവരെല്ലാ സാധനവും എടുത്ത് പാക്കൊക്കെ ചെയ്ത് കൊണ്ടുപോകും. അല്ലാണ്ട് അവർ ഷോപ്പിൽ പോയി സാധനം മേടിക്കത്തില്ല. ഇനി ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ വെക്കണം. ആൻഡ് ദെൻ വെൻ യു കോൾ ദം, നമ്മൾ മലബാർ ലോജിസ്റ്റിക്സിൻ്റെ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് അവരെ കോൾ ചെയ്തിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ ചെല്ലും. ആൻഡ് വീട്ടിൽ പോയിട്ട് നമ്മളത് പാക്ക് ചെയ്യണമെന്നൊന്നുമില്ല.
നമ്മൾ എല്ലാം അസംബിൾ ചെയ്ത് ഒരു സൈഡിലേക്ക് അയക്കാനുള്ള ഐറ്റംസ് എല്ലാം ഒരു സൈഡിൽ വെച്ചാൽ മാത്രം മതി. അവർ വീട്ടിൽ വന്നിട്ട് ഒരു സിംഗിൾ പാക്കിംഗ് ചെയ്യും. അപ്പോൾ ഈ സിംഗിൾ പാക്കിംഗ് ചെയ്തിട്ട് അവർ അത് കൊണ്ടുപോകും. എന്നിട്ട് അവരത് ഹെഡ് ഓഫീസിൽ കൊണ്ടുപോകും. ഹെഡ് ഓഫീസ് എറണാകുളത്താണുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഈ സിംഗിൾ പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഡബിൾ പാക്ക് ചെയ്യും. ഗ്ലാസ് അല്ലാത്ത ഐറ്റംസ് പോലും, ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിലും ഏത് ഐറ്റം ആണെങ്കിലും ഇവർ ഡബിൾ പാക്കിംഗ് ചെയ്യും. അപ്പം ഭയങ്കര സേഫ് ആയിട്ടാണ് അവർ അയക്കുന്നത്. അപ്പോൾ ഈ സിംഗിൾ പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഡബിൾ പാക്ക് ചെയ്തിട്ട് അതിന് ശേഷമാണ് വെയിറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം വെയിറ്റ് എടുത്തിട്ട് ദെൻ ദേ വിൽ സെൻഡ് എ മെസ്സേജ് ഓർ ദേ വിൽ കോൾ ആൻഡ് സേ ഇത്രയും ആണ് അതിൻ്റെ പ്രൈസ്. അപ്പം ലൈക്ക് ഐ മെൻഷൻ ഫോർ മീ, ഞാൻ ഈ റീസെൻ്റ്ലി സാധനം അയച്ചപ്പോൾ എനിക്ക് 20 kgs ആയിരുന്നു ടോട്ടൽ ആയത്. അപ്പോൾ 20 kg ആണെങ്കിൽ അതിൻ്റെ റേറ്റ് 690 റുപ്പീസ് പെർ kgയുടെ വെയിറ്റ് വെച്ചിട്ടാണ്. അബൌട്ട് 21 ആകുമ്പോഴാണ് അതിൻ്റെ റേറ്റ് മാറുന്നത്. അപ്പം 20 kg ആയതുകൊണ്ട് എനിക്ക് പെർ kg 690 റുപ്പീസ് വെച്ചിട്ടാണ് ആയത്. ഇവിടെ നിന്ന് ഡബിൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെയിറ്റ് ഒക്കെ നോക്കി എന്നിട്ട് പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നായിരിക്കും അവർ അത് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ പ്രോസസ്സ്. ഹോം മെയ്ഡ് ഫുഡ് അലൗഡ് ആണ്. പക്ഷേ ഈ കേക്ക് ഐറ്റംസ് ഒക്കെ അയക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് കേടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് കേക്ക് ഐറ്റംസ് എഗ് ഉള്ളതോ അല്ലെങ്കിൽ മിൽക്കൊക്കെ ഉള്ള ഐറ്റംസ് കേടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ബട്ട് ദേ വിൽ സെൻഡ് ഇറ്റ്. അവർക്ക് അങ്ങനെ സെൻഡ് ചെയ്യാനൊന്നും പ്രശ്നമില്ല. ഇനി ഐ എം ഗോയിങ് ടു മൂവ് ഫോർവേഡ് ഓൺ ടു ദി കമൻറ്റ്സ് റിഗാർഡിംഗ് ദ റീൽ. അപ്പം ജാനു, ടെസിൽ, ബോബി, ഗോകുൽ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആഷിൻ ഹാഡ് മെൻഷൻഡ് മോർ ഇൻഫർമേഷൻ വേണമെന്ന്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ കമൻറ്റ്സ്. സിന്ധു ആൻഡ് കണ്ണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെർ kg പ്രൈസ് എത്രയാണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എവിടേക്കാണ് സാധനങ്ങൾ അയക്കേണ്ടതെന്ന്. അപ്പം UK അയക്കാനാണെങ്കിൽ ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത പോലെ അബവ് 6 kg ആണെങ്കിൽ 890 റുപ്പീസും, അബവ് 11 kg ആണെങ്കിൽ 690 റുപ്പീസും, 21 kg അബവ് ആണെങ്കിൽ 650 റുപ്പീസും, 31 kg അബവ് ആണെങ്കിൽ 590 റുപ്പീസും. ഇതാണ് ഇന്ത്യ ടു UK അയക്കാനുള്ള റേറ്റ്സ്. ഇനി ഗ്ലോറി, സയ്യദ് ഷബീർ, ലേഖ, ജെറിൻ എല്ലാവരും കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അഡ്രസ്സ്, ഈ പാഴ്സൽ സർവീസിൻ്റെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പാഴ്സൽ സർവീസിൻ്റെ അഡ്രസ്സ്. ഇനി അനന്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ ടു കാനഡയുടെ പ്രൈസ് എത്രയാണ്. അപ്പം ഇന്ത്യ ടു കാനഡ ഇതിൻ്റെ പ്രൈസ് ആസ് ഐ മെൻഷൻ 2 ടൈപ്പ് സർവീസാണ് ജസ്റ്റ് ഫോർ കാനഡ പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ ഒരു കൺട്രീസിനും 2 ടൈപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാനഡയ്ക്ക് മാത്രമാണ് നോർമൽ ഡെലിവറി സർവീസും എക്സ്പ്രസ് ഡെലിവറി സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നോർമൽ ഡെലിവറി സർവീസ് ആണെങ്കിൽ 10 to 18 വർക്കിംഗ് ഡേയ്സ് എടുക്കും. അബവ് 6 kg ആണെങ്കിൽ 1150 റുപ്പീസ് പെർ kg ആണ്. 11 kg അബവ് ആണെങ്കിൽ 890 റുപ്പീസും, 21 kg അബവ് ആണെങ്കിൽ 850 റുപ്പീസും. എക്സ്പ്രസ് സർവീസ് ആണെങ്കിൽ 5 to 8 വർക്കിംഗ് ഡേയ്സ് ആണ്. ആൻഡ് ദ പ്രൈസ് ഓഫ് എക്സ്പ്രസ് ഡെലിവറി സർവീസ് ഇസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് നോർമൽ ഡെലിവറി സർവീസ്. എക്സ്പ്രസ് സർവീസ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാനഡയിൽ സാധനങ്ങൾ എത്തുമ്പം ഒരു ടാക്സ് അടയ്ക്കണം. ബട്ട് നോർമൽ ഡെലിവറി സർവീസ് ഇസ് ഡ്യൂട്ടി ഫ്രീ. ഷഹാന കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് പോസ്റ്റ് വഴി അയക്കുന്നതാണ് ബെറ്റർ എന്ന്. ഞാൻ പോസ്റ്റ് വഴി അയച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് പോസ്റ്റ് വഴി അയച്ചപ്പം ദ പ്രോബ്ലം ഇസ് ദാറ്റ് അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈക്ക് മെഡിസിൻസ്, പിന്നെ ലിക്വിഡ് ഐറ്റംസ്, പിക്കിൾസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അവർ അയക്കത്തില്ല. അതേപോലെ ഘീ, അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മലബാർ ലോജിസ്റ്റിക്സിന് അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഇല്ല. എല്ലാ ഐറ്റംസും അവർ അയക്കും. കുറച്ച് എക്സ്ട്രാ ക്യാഷ് ആയാലും അവർ സാധനം അയക്കും. പിന്നെ ഞാൻ പോസ്റ്റ് അങ്ങനെ പ്രിഫർ ചെയ്യാത്തത് ഇസ് ബിക്കോസ് മലബാർ ലോജിസ്റ്റിക്സിൽ അങ്ങനെ ലിമിറ്റേഷൻ ഇല്ല. എന്ത് ഐറ്റം ആണെങ്കിലും അവർ അയക്കും. അപ്പോൾ അതുകൊണ്ട് ഐ പ്രിഫർ മലബാർ ലോജിസ്റ്റിക്സ് ഓവർ പോസ്റ്റ്. പിന്നെ ജിനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയി കളക്ട് ചെയ്യുമോ. അപ്പം ഇവരുടെ മെയിൻ ഹൈലൈറ്റ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവർ വീട്ടിൽ പോയി കളക്ട് ചെയ്യും. എക്സാക്ട്ലി ഞാൻ പോസ്റ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. പോസ്റ്റിൽ അവർ പല ഐറ്റം അയക്കുകയോ ഇല്ല. നമ്മൾ സാധനം അങ്ങോട്ട് കൊണ്ടുപോകണം. പിന്നെ പാക്കിങ്ങിനും വേറെ എന്തോ പ്രൊസീജിയറൊക്കെ ഉണ്ട്. സ്പെഷ്യൽ കാർഡ്ബോർഡ് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. പക്ഷേ മലബാർ ലോജിസ്റ്റിക്സിൽ അങ്ങനത്തെ ഒരു സീനൊന്നുമില്ല. നമ്മൾ സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് ആ സിംഗിൾ പാക്കിംഗ് ആണെങ്കിലും ഹെഡ് ഓഫീസിൽ കൊണ്ടുപോയി ഡബിൾ പാക്കിംഗ് ചെയ്യാനാണെങ്കിലും എല്ലാം അവർ തന്നെ ചെയ്തോളും. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് അത് ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം യെസ്, ഡെഫിനറ്റ്ലി അവർ വീട്ടിൽ പോയി തന്നെ കളക്ട് ചെയ്യും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇനി അനീന ഹാഡ് ആസ്ക്ഡ് ടു ബ്രേക്ക് ഡൗൺ ദ പ്രോസസ് ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് യു ഹാഡ് വിത്ത് ദിസ് ഷിപ്മെൻറ്റ്. അപ്പം അതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. ഫുൾ പ്രോസസ്സ് എന്ന് വെച്ചാൽ അവർ വീട്ടിൽ പോയി കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സിംഗിൾ പാക്കിംഗ് ചെയ്യും. ഹെഡ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഡബിൾ പാക്കിംഗ് ചെയ്യും. വെയിറ്റ് എടുക്കും. പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കും. എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് അവർ അയക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ,
ഇനി മീനു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗ മെനി ഡേയ്സ് ആൻഡ് വീട്ടിൽ പോയി കളക്ട് ചെയ്യോ. യെസ്, അഗൈൻ ഹൗ മെനി ഡേയ്സ് എടുക്കുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെയർ യു ആർ. UK ആണെങ്കിൽ ഇറ്റ് ടേക്സ് 7 to 10 വർക്കിംഗ് ഡേയ്സ് ആൻഡ് വീട്ടിൽ പോയി കളക്ട് ചെയ്യും. പിന്നെ എനിക്ക് പാഴ്സൽ അയച്ചപ്പോൾ എത്ര ആയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാഴ്സൽ സർവീസ് ത്രൂ അയച്ചത്. അപ്പം 20 kgsന് അവർ ചാർജ് ചെയ്തത് 690 റുപ്പീസ് വെച്ചിട്ടാണ്. 690 per kg. 690 റുപ്പീസ് വെച്ചിട്ട് ചാർജ് ചെയ്തപ്പം ഇറ്റ് വാസ് ടോട്ടൽ വാസ് 13,800 റുപ്പീസ്. പിന്നെ ജിഷ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഐറ്റംസ് ഇതിൽ നിന്ന് പല ഐറ്റംസ് മിസ്സിങ് ആയിരുന്നു എന്ന്. എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഐഡിയ ഇല്ല. ബിക്കോസ് എനിക്ക് വീട്ടിൽ നിന്ന് അയച്ച എല്ലാ ഐറ്റവും കിട്ടി. അങ്ങനെ മിസ്സിങ് ആയിട്ട് ഒരു ഐറ്റവും ഇല്ല. സോ യു വിൽ ഹാവ് ടു പ്രോബബ്ലി കോൺടാക്ട് പാർസൽ സർവീസ്. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല. സോ എനിക്ക് അതിനെപ്പറ്റി അധികം ഇൻഫർമേഷൻ ഇല്ല. സോ കോൺടാക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ അവർ അതിനുള്ള ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ റീഫണ്ടോ എന്തെങ്കിലും ചെയ്യും. സോ ഇറ്റ്സ് ബെറ്റർ ടു കോൺടാക്ട് ദി പാർസൽ സർവീസ് ഡയറക്റ്റ്ലി. അപ്പോൾ ഇത്ര ഇൻഫർമേഷനാണ് മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സിനെ പറ്റിയിട്ട് എനിക്ക് അറിയാവുന്നത്. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ബിക്കോസ് എനിക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വയറീസും DMസും ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എത്രയാവും, ഇങ്ങോട്ട് അയക്കുമോ, സ്വീഡനിലോട്ട് അയക്കുമോ, ജർമ്മനിയിലേക്ക് അയക്കുമോ എന്ന്. അപ്പോൾ ഇത് വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പാർസൽ സർവീസ് ആണ്. അപ്പം എനിക്ക് വന്ന ക്വയറീസ് പിന്നെ ഒരുപാട് പേര് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് എടുത്തത് പോലും. അതുകൊണ്ട് ഐ ജസ്റ്റ് വോണ്ട് ടു മെൻഷൻ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. എനിക്ക് വന്ന എല്ലാ ക്വയറീസും ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ക്വയറീസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ ഓർ ആഡ് ദാറ്റ് ബിലോ ദിസ് വീഡിയോ. ഹോപ്പ് യു ഫൗണ്ട് ദിസ് ഇൻഫർമേറ്റീവ്. If you did, then please do subscribe to my channel. Please do like, share and comment as well. So until I see you in another video, bye bye, see you, take care.